ഹായ് വെൽക്കം ടു ജെ ജെ കിച്ചൺ ആർട്ട്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പനീർ ടിക്കയാണ്. അപ്പോൾ എല്ലാവരും റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഇതൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്. അപ്പോൾ വെള്ളമൊക്കെ അരിച്ച് കളഞ്ഞ തൈരാണ്, നല്ല കട്ട തൈര്, പുളിയില്ലാത്ത തൈര് യൂസ് ചെയ്യണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, പിന്നെ 2 ടീസ്പൂണോളം കടലമാവ്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് നമ്മളിത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കടലമാവും തൈരും ഒക്കെ ചേരുമ്പോൾ നന്നായിട്ട് അതിനൊരു ചെറിയ കട്ട പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് 2 ടീസ്പൂണോളം ഓയിൽ, ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം, പക്ഷേ കോക്കനട്ട് ഓയിൽ ചേർക്കരുത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത പേസ്റ്റാണ്. അപ്പോൾ അത് രണ്ടും ചേർത്ത് അരച്ചെടുത്തതാണ്. 2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കളറാണ്. അപ്പോൾ കളർ വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കളർ ഇഷ്ടമുള്ളവർ മാത്രം ചേർക്കുക. ഫുഡ് കളറാണിത്. മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പനീർ നമുക്ക് കടയിലൊക്കെ അവൈലബിൾ ആണ്. വാങ്ങിയ ശേഷം ഇതുപോലെ കട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ക്യൂബ് സൈസിൽ കട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് സവാള, ക്യാപ്സിക്കം, തക്കാളി, ഇത് മൂന്നും ഒരേപോലെ ഏകദേശം ഒരേ സൈസ് വരുന്ന പോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ സമയം മതി. ഒരു അരമണിക്കൂർ സമയം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റിക്ക് എടുത്തിട്ട്, അപ്പോൾ ഈ സ്റ്റിക്ക് ഇവിടെയൊക്കെ മേടിക്കാൻ കിട്ടാനുണ്ട്. ഇപ്പോൾ അവൈലബിൾ ആണ്, മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്, കടകളിലൊക്കെ കിട്ടും, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഇതില്ല എങ്കിൽ നമുക്ക് നല്ല ഈർക്കിലി ഉണ്ടല്ലോ, പച്ച ഈർക്കിലി ചെത്തി കൂർപ്പിച്ചെടുത്താലും മതി. അതിന് ശേഷം ഓരോന്നായിട്ട്, അപ്പോൾ ഒരു സവാള, അടുത്തത് ക്യാപ്സിക്കം, പിന്നെ പനീർ, അടുത്തത് തക്കാളി, അങ്ങനെ നമുക്കിത് 1 by 1 ആയിട്ട് നമ്മളിതുപോലെ കോർത്ത് കൊടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് കോർത്തെടുക്കണം. പിന്നെ ഇത് കോർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, പനീർ വളരെ സോഫ്റ്റാണ്. നമ്മളിതുപോലെ വല്ലാണ്ട് പ്രസ് ചെയ്ത് പിടിക്കരുത്, അത് പൊട്ടിപ്പോകും. അപ്പോൾ നമ്മളിത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വേണം കോർത്തെടുക്കാൻ. ഇനി ഇത് ഓരോന്നായിട്ട് കോർത്തെടുത്ത് നമുക്ക് ഇതുപോലെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ ഒന്ന് ചൂടാക്കി എടുക്കണം. പാൻ ചൂടായ ശേഷം 2 ടീസ്പൂൺ എണ്ണ, ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കോർത്ത് വെച്ചിരിക്കുന്ന പനീർ ഇതുപോലെ നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് എണ്ണ മേലെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ലോ ഫ്ലെയിം വെക്കരുത്, എണ്ണയൊക്കെ വല്ലാണ്ട് പിടിക്കും. അതുകൊണ്ട് നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചും വെക്കണം. അപ്പോൾ എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആവുന്ന പോലെ നമ്മളിത് തിരിച്ചും മറിച്ചും വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നിറയെ എണ്ണ ഒഴിക്കരുത്, ഇതൊരു ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ ലൈറ്റായിട്ട് എണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കാവൂ. എല്ലാ സൈഡും കുക്കായി വരണം. ഒരു 5 മിനിറ്റ് സമയം കഴിയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ കളർ ചേഞ്ച് മനസ്സിലാവും. കളറൊക്കെ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരുവിധം എല്ലാം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ നമ്മുടെ പനീർ ടിക്ക വളരെ ടേസ്റ്റി ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ നിന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.